ഹലോ ഹായ് ഫ്രണ്ട്സ്, AK DTech Info യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ ടൈഗർ T10 ഗ്രാൻഡ് പ്രോ സെറ്റ് ബോക്സ് ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്യാണ്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. വെബ്സൈറ്റ് കയറിയിട്ട് നമുക്കതിൻ്റെ ഫയൽ എടുത്തിട്ട് ചെയ്യാം, അല്ലാതെ നമ്മുടെ സെറ്റ് ബോക്സിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ടാവും, അത് നോക്കിയിട്ടും ചെയ്യാം. ഞാനിവിടെ രണ്ട് തരത്തിലും ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ കണ്ടത് നമ്മുടെ സെറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നാണ്, ചെയ്ത് കഴിഞ്ഞപ്പോൾ വെർഷൻ നോക്കുക. ഇത് രണ്ടാമത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഫയൽ എടുത്തിട്ട്, അതായത് മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്കിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1.71 വെർഷനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2-3 ടൈപ്പിലാണ് നമുക്കതിൻ്റെ ചാനൽ ലിസ്റ്റെല്ലാം കാണിക്കുന്നത്. ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് ചാനലിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ സെറ്റ് ബോക്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ സെറ്റ് ബോക്സ് ആണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കുക. നിങ്ങളെ കാണാം, സിഗ്നൽ പച്ച, നീല, പച്ച, ചുവപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റാണ് ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, സിഗ്നൽ ഇപ്പോൾ റെഡ്, ബ്ലൂ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ സോഫ്റ്റ്വെയർ ഫയൽ ലഭിക്കുന്നതിന് www.tigersite.com സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ ടൈഗർ T10 ഗ്രാൻഡ് പ്രോ എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു വെബ്സൈറ്റ് കയറും. ഞാൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ സെറ്റ് ബോക്സിൽ നമ്മുടെ പെൻഡ്രൈവ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയല് ടൈഗർ T10 ഗ്രാൻഡ് പ്രോ വെർഷൻ 1.71 BIN എന്നാണ് ഫയല്. ഇതിൽ ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണോ സോഫ്റ്റ്വെയർ ചെയ്യണോ ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ യെസ് കൊടുത്തു. യെസ് എടുത്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും പവർ ഓഫ് ആവരുത്, അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ബോക്സിൽ തന്നെ ഇതിൻ്റെ ഫയൽ ലഭിക്കും. അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് ആയത് കാണാം, സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം, റീസ്റ്റാർട്ട് ആയിട്ട് സെറ്റ് ബോക്സ്. വെർഷൻ നോക്കുക, V1.71 ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് ബോക്സ് എന്നാണ്. നമ്മുടെ സെറ്റ് ബോക്സിൽ ആദ്യം വൈഫൈ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാം. അപ്പോൾ പാസ്വേഡ് തെറ്റുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഒരിക്കലും ഓക്കെ കൊടുത്താണ് ഞാനിത്. അപ്പോൾ കംപ്ലീറ്റ് ആകുന്നത് ഇവിടെ കാണാം, ഒരു ടിക്ക് മാർക്ക് അതിൻ്റെ കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ പോയിട്ടുള്ളത് നെറ്റ്വർക്ക് സെറ്റിങ്സിലാണ്. അതിൻ്റെ താഴെ തന്നെ കാണാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഫയൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും താഴേക്ക് പോലെ ഫാക്ടറി അപ്ഡേറ്റ് ഉണ്ട്. ഫാക്ടറി ഡിഫോൾട്ട് അല്ല വേണ്ടത്, ഫാക്ടറി അപ്ഡേറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫയലാണ് കിട്ടുന്നത്. ഒന്ന് യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മുടെ ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ പുതിയ വെർഷൻ 1.77. ഇത് ഞാൻ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല, നമ്മുടെ സെറ്റ് ബോക്സ് തന്നെ അപ്ഡേറ്റ് ആയതാണ്. ഞാനിവിടെ ഡൗൺലോഡിങ് വേണ്ടിയിട്ട് യെസ് കൊടുത്തു. ഫയലുമ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് യെസ് ചോദിച്ചു, അപ്പോൾ യെസ് കൊടുത്തു. അവിടെ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഡൗൺലോഡിങ് തുടങ്ങി, അതിന് കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റും തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ സെക്കൻഡ് മാത്രമേ അപ്ഡേഷന് വരുന്നുള്ളൂ. ഈ കുറച്ച് സമയം ഒരു കാരണവശാലും പവർ പോവാതെ ചെയ്യുക. പവർ പോയി കഴിഞ്ഞാൽ എറർ ആവാൻ, അതുപോലെ സെറ്റ് ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ 3 ഫയലുണ്ട്. 3 ഫയലും ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് അപ്ഡേറ്റ് നടക്കും. യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ യൂട്യൂബ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ യൂട്യൂബ് വർക്ക് ചെയ്യാത്തവരല്ല ഇതുപോലെ ചെയ്യുക. അപ്പോൾ സെറ്റ് ബോക്സ് തന്നെ നമുക്കിനി നമ്മുടെ യൂട്യൂബ് ചാനലെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ സെറ്റ് ബോക്സ് റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കാം 1.77 പുതിയ വെർഷന്. ഇത് അപ്ഡേറ്റിൽ ജനുവരി ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ജനുവരി 10, 20, 24 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സോഫ്റ്റ്വെയറാണ്. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളാണ് എൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ വെർഷനും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഫാക്റ്റ് അപ്ഡേറ്റിൽ വരികയാണ്. ഞാനിവിടെ രണ്ടാമത്തെ ഫയലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ടൈഗർ T10 ഗ്രാൻഡ് പ്രോൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ സെറ്റിങ്സിൽ വരുന്നതാണ്. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പഴയ ഫയൽ ആയതുകൊണ്ടായിരിക്കാം ഇത് ഫെയിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ യൂട്യൂബ് ആദ്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ യൂട്യൂബിൻ്റെ സിമ്പിൾ കാണും. അതിൽ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് എൻ്റെ ചാനലാണ്. AK DTH Info എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോകൾ ഇവിടെ വന്ന് കാണാം. ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുള്ളൂ, പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ യൂട്യൂബും നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറഞ്ഞ സെക്കൻഡേ അത് പ്ലേ ചെയ്യുന്നുള്ളൂ. ഇവിടെ കാണാം നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിലെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത ശേഷം വന്നിട്ട്. ഇതുപോലെയാണ് നമുക്ക് ചാനലിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്. ഫ്രീക്വൻസിയും സിഗ്നലും എല്ലാം കാണിക്കുന്നത് ഇങ്ങനെയാണ്. ചാനൽ പേരെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടൈപ്പ് ചാനൽ ലിസ്റ്റ്. ഇത് ഒരു ടൈപ്പ് ചാനൽ ലിസ്റ്റാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഇത്തിരി ചെറുതായിരുന്നു, പക്ഷേ ഇത് ഇത്തിരി വലുപ്പം കൂടുതലുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് ലിസ്റ്റ്, സാറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റാണ്. അതിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ സെലക്ട് ചെയ്ത സാറ്റലൈറ്റ് കാണിക്കുന്നത്. ഇനി നമുക്കിതിൽ പുതിയൊരു വന്നൊരു സെറ്റിങ്സ് ചാനൽ സെറ്റിങ്സ് ആണ്. ഇതിൽ വോളിയം പ്രസ് ചെയ്ത് ഓഫ് എന്നുള്ള ഓൺ ആകും. ഇതുപോലെ കുറച്ച് സെറ്റിങ്സ് വരുന്നുണ്ട്. ഇവിടെ വേണം നമുക്ക് നമ്മുടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ചാനൽ ലിസ്റ്റ് മാറ്റാൻ. അപ്പോൾ ഇവിടെ മാറ്റുമ്പോൾ ഈ ഓഫ് ഓൺ എന്നുള്ളതില്ലേ ആദ്യം തന്നെ കാണിച്ച് ആ ഓഫ് ഓണിൽ മാറ്റുമ്പോഴാണ് നമ്മുടെ ചാനൽ ലിസ്റ്റ് മാറുക. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനത് മാറ്റിയുള്ളത്. അല്ല, ഞാനത് സെലക്ട് ചെയ്ത് അത് മാറ്റം വരുത്തിയപ്പോൾ ഇങ്ങനെയാണ് വന്നത്. സിഗ്നൽ, ചാനൽ ലിസ്റ്റ്, ചാനൽ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നത്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തല്ല, സിഗ്നൽ കാണിക്കുന്ന ആ ബട്ടൺ പ്രസ് ചെയ്ത് വന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 1-2 തരത്തിലാണ് മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കാതെ പോയ സെറ്റിങ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ചാനൽ ലിസ്റ്റ് വന്നത്. ഈ ഒരു സെറ്റിങ്സ് മാറ്റിയ ശേഷം വന്നതാണ് കേട്ടോ ഇത്. അല്ലാതെ വരുമ്പോൾ സാധാരണ പോലെ തന്നെ ആദ്യം കാണിച്ചതുപോലെ ആണ് വരിക. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് നമ്മുടെ സിഗ്നൽ, ചാനൽ ലിസ്റ്റ് കണക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, തുടർന്ന് ഓളൊന്നും സെറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനുകൾ ഫോണിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. കോൾ ചെയ്യരുത്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എന്താണ് സംശയം വെച്ചാൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. മറ്റൊരു കാര്യം, ഫാക്റ്റ് അപ്ഡേറ്റുമ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ വൈഫൈ ഉപയോഗിച്ച് കണക്ട് ചെയ്തില്ലെങ്കിൽ നോ കണക്ഷൻ എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സിസ്റ്റത്തിലേക്ക് കയറി പോകുന്നുള്ളൂ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ലിസ്റ്റ്, അതിൻ്റെ സിഗ്നലിൻ്റെ സെറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. CH മാക്സ് സെറ്റിങ്സ് ഇവിടെ ഓഫും ഓണും ചെയ്താലാണ് നമുക്ക് ആ ഒരു സെറ്റിങ്സ് മാറ്റം വരുന്നത്. സിഗ്നലിൻ്റെത് അതുപോലെ ചാനൽ ലിസ്റ്റിൻ്റെ എല്ലാം മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ടാണ് ചെയ്യാൻ.